നമുക്കിനി യൂണിറ്റ് 5 കണ്ടിന്യൂഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് ടു എക്സ്. ഇന്റർവെല്ലിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0π/2 ആണ്. കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സ്, മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് ചോദിക്കാം. ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. ഇന്റർവെല്ലാണ് തന്നെങ്കിൽ, ക്ലോസ് ഇന്റർവെൽ ആണെങ്കിൽ അബ്സലൂട്ട് മാക്സിമം, അബ്സലൂട്ട് മിനിമം. പിന്നെ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് പറഞ്ഞാൽ എന്താ? ദ പോയിന്റ്സ് വേർ ഡെറിവേറ്റീവ് ഇസ് 0 ഓർ നോട്ട് ഡിഫൈൻഡ്. അത്രയേ ഉള്ളൂ. ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ്ട്രീം പോയിന്റ്സ് ആവണമെന്നില്ല. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ്ട്രീം പോയിന്റ്സ് ആവണമെന്നില്ല. ഡെറിവേറ്റീവ് 0 ആവുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന സ്ഥലത്തുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് പറയുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് ടു എക്സ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എഫ് ഡാഷ് എക്സ് കാണും. എന്താ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. പിന്നെ ഹാഫ് പ്ലസ് ഹാഫ് കോസ് ടു എക്സ് ആണ്. കോസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടു എക്സ് ഇൻറ്റു 2 ആണ്. അപ്പോൾ മൈനസ് ഹാഫ് ഇൻറ്റു സൈൻ ടു എക്സ് ഇൻറ്റു 2. അപ്പോൾ ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എഫ് ഡാഷ് എക്സ് ഈക്വൽസ് കോസ് എക്സ് മൈനസ് സൈൻ ടു എക്സ്. ഈ ഓപ്ഷൻ എ അപ്പോൾ ശരിയാണ്. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലമാണ്. ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലം അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലം. അപ്പോൾ ആ ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലം ഉണ്ടോയെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഇത് 0 ആകുമ്പോൾ എന്താ വരിക? കോസ് എക്സ് മൈനസ് സൈൻ ടു എക്സ് 0 ആവണം. അഥവാ കോസ് എക്സ് സൈൻ ടു എക്സിനോട് ഈക്വൽ ആവണം. സൈൻ ടു എക്സിനോട് ഈക്വൽ ആവണം അല്ലേ? അപ്പം സൈൻ ടു എക്സിന്റെ വാല്യൂ നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ദിസ് ഇസ് കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് ഈക്വൽസ് 2 സൈൻ എക്സ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഒരു കോസ് എക്സ് വെട്ടിക്കളയണ്ട, വെട്ടിക്കളയുമ്പോൾ പോവും. അപ്പം എക്സ് ഈക്വൽ ടു π/6 ആൻഡ് എക്സ് ഈക്വൽസ് π/2. അപ്പം ഇവിടെ കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് 0 ആണ് അല്ലേ? അതിന്ന് കോസ് എക്സ് പുറത്തേക്ക് എടുക്കാം. ഉള്ളിൽ എന്താ വരിക? 1 മൈനസ് 2 സൈൻ എക്സ് 0 ആണ്. രണ്ട് കഥകൾ വരും. എന്തൊക്കെയാവും? ഒന്നുകിൽ കോസ് എക്സ് 0 ആവാം, അല്ലെങ്കിൽ 1 മൈനസ് സൈൻ ടു എക്സ് 0 ആവാം. അല്ല, 1 മൈനസ് 2 സൈൻ എക്സ് 0 ആവാം, അല്ലെങ്കിൽ സൈൻ എക്സ് 1/2 ആവാം. അപ്പൊ കോസ് എക്സ് 0 ആയാൽ എക്സിന്റെ വാല്യൂ π/2 ആവും. ഇതിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ π/2 ആവും. സൈൻ എക്സ് ഹാഫ് ആയാൽ എക്സിന്റെ വാല്യൂ ഏത് വാല്യൂവിനാണ് സൈൻ എക്സ് 1/2 ആവുക? 30 ആവും. എന്ന് വെച്ചാൽ π/6. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ ആർ എക്സ് ഈക്വൽസ് π/6 ആൻഡ് എക്സ് ഈക്വൽസ് π/2. അത് ശരിയാണ്. ബി ഈസ് കറക്റ്റ് അല്ലേ? എക്സ് ഈക്വൽസ് π/2ലും എക്സ് ഈക്വൽസ് π/6ലും ഡെറിവേറ്റീവ് 0 ആണ്. ഇനി മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 2. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡബിൾ ഡെറിവേറ്റീവ് കാണുക. എഫ് ഡബിൾ ഡാഷ് എക്സ് കാണുക. യു ടേക്ക് ദ ഡബിൾ ഡെറിവേറ്റീവ്. എഫ് ഡബിൾ ഡാഷ് എക്സ് നോക്കാം. ഇതാണ് നല്ലത്. ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാളും ഇവിടെ നല്ലത് ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. എന്താ ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ലോക്കൽ മാക്സിമം ഉണ്ടാവുക? ഡെറിവേറ്റീവ് 0 ആവുക, ഡബിൾ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ നെഗറ്റീവ് ആവുക, അപ്പം മാക്സിമം ആയിരിക്കും. എപ്പോഴാണ് മിനിമം ആവുക? ഡെറിവേറ്റീവ് 0 ആവുക, ഡബിൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുക, അപ്പോൾ ആ പോയിന്റിൽ മിനിമം ആയിരിക്കും. അപ്പം ഡബിൾ ഡെറിവേറ്റീവ് കാണാം. എഫ് ഡാഷ് എക്സ് അതാണ്. ഡബിൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. പിന്നെ സൈൻ മൈനസ് സൈൻ ടു എക്സ് ഡെറിവേറ്റീവ് ഇസ് മൈനസ് കോസ് 2x ഇൻറ്റു 2. ഇതാണ് എഫ് ഡബിൾ ഡാഷ് എക്സ്. ഇനി എക്സ് π/2 ആകുമ്പോൾ അറ്റ് എക്സ് ഈക്വൽസ് π/2 എഫ് ഡബിൾ ഡാഷ് എക്സ് എന്താ നോക്കാം. എഫ് ഡബിൾ ഡാഷ് π/2 എക്സിന് പകരം π/2 കൊടുക്കാം. π/2 കൊടുത്താൽ
മൈനസ് സൈൻ പൈ ബൈ ടു, ഇറ്റ് ഇസ് 1 -1 -2 ഇൻറ്റു ഇവിടെ പൈ ബൈ ടു കൊടുത്താൽ കോസ് പൈ വരും. കോസ് പൈ പറഞ്ഞാൽ -1 ആണ്. അപ്പം ആക്ച്വലി അത് 1 ആണ്. ആ 1 പോസിറ്റീവ് ആണ്. 1 പോസിറ്റീവ് എഫ് ഡബിൾ ഡാഷ് പൈ ബൈ ടു പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഇത് മിനിമമാണ്, ഇത് ലോക്കൽ മിനിമം ആയിരിക്കും. The function has the minimum at x equals pi by 2. Pi by 2 is minimum. Local minimum is attained when x equals pi by 2. So minimum, local minimum adana. Local minimum pi by 2 ആണ്. ഇനി at x equals pi by 6 ആയാലോ, കാരണം അപ്പോഴല്ലേ എക്സ്ട്രീം പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ്സ് അതൊക്കെയാണല്ലോ. ഇപ്പോൾ ഡെറിവേറ്റീവ് 0 at x equals pi by 6 ആണ്. വാട്ട് ഇസ് എഫ് ഡബിൾ ഡാഷ് എക്സ്? എക്സിന് പകരം പൈ ബൈ 6 കൊടുക്കാം. അപ്പോൾ സൈൻ പൈ ബൈ 6 1/2 ആണ്. അപ്പോൾ -1/2, അവിടെ ഓൾറെഡി മൈനസ് സൈൻ എക്സ് ഉണ്ടല്ലോ. ഇവിടെ പൈ ബൈ 6 കൊടുത്താൽ പൈ ബൈ 3 വരും. കോസ് പൈ ബൈ 3 1/2 ആണ്. അപ്പോൾ -2 ഇൻറ്റു 1/2 എത്രയാ? -1. അത് നെഗറ്റീവ് ആണ്. അപ്പോൾ അത് ലോക്കൽ മാക്സിമാണ്. ലോക്കൽ മാക്സ്. അപ്പം ഇതിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചാൽ, ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് y ആക്സിസ് ആയിക്കോട്ടെ, ഇത് x ആക്സിസ് ആയിക്കോട്ടെ, വൃത്തിയിലല്ല വരയ്ക്കുന്നത്. 0 പൈ ബൈ 2. അപ്പോൾ ഇത് 0 ആണ്, ഇത് പൈ ബൈ 2 ആണെന്ന് ചോദിച്ചോളൂ. ഇത് 0 ആണ്, ഇത് പൈ ബൈ 2 ആണെന്ന് ചോദിച്ചോളൂ. എഫ് ഓഫ് 0 എന്താ മക്കളെ? എക്സിന് പകരം 0 കൊടുത്താൽ നോക്കൂ, പൈ ബൈ 2ലും പൈ ബൈ 6ലും പൈ ബൈ 2ല് ലോക്കൽ മിനിമമാണ്, പൈ ബൈ 6ല് ലോക്കൽ മാക്സിമം. അപ്പോൾ പൈ ബൈ 6 ഇവിടെ എവിടെയാണ് ഉണ്ടാവുക? ഇവിടെയാണ് പൈ ബൈ 6 വരച്ചോളൂ. പൈ ബൈ 6ല് ലോക്കൽ മാക്സിമം. പൈ ബൈ 6 കൊടുക്കുമ്പോൾ എന്താ വാല്യൂ കിട്ടുക? വാട്ട് ഈസ് എഫ് ഓഫ് പൈ ബൈ 6? വാട്ട് ഈസ് എഫ് ഓഫ് പൈ ബൈ 6 നോക്കുക. വാട്ട് ഈസ് എഫ് ഓഫ് പൈ ബൈ 2 നോക്കുക. എഫ് ഓഫ് പൈ ബൈ 6ന്റെ വാല്യൂ എന്താ? ഇവിടെ എക്സിന് പകരം പൈ ബൈ 6 കൊടുക്കുക. എന്താ കിട്ടുക? 1/2 പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ പൈ ബൈ 6 ആണ്, കോസ് പൈ ബൈ 2 പൈ ബൈ 6. അപ്പോൾ കോസ് പൈ ബൈ 3 വരും. കോസ് പൈ ബൈ 3 1/2 ആണ്. എഗെയിൻ 1/2 വരും. അപ്പോൾ 1/4 പ്ലസ് 1/2 എത്രയാ? 3/4 ആണ് എഫ് ഓഫ് പൈ ബൈ 6. എഫ് ഓഫ് പൈ ബൈ 2 കൊടുത്താൽ എന്താ വാല്യൂ വരിക? ഇവിടെ സൈൻ പൈ ബൈ 2 1 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ പൈ ബൈ 2 കൊടുത്താൽ എന്താ വരിക? കോസ് പൈ വരും. കോസ് പൈ പറഞ്ഞാൽ -1, അപ്പോൾ -1/2 വരും. അത് 1/2 ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് പൈ ബൈ 2 1/2 മറ്റേ 3/4 ആണ്. അപ്പം ഇത് 1/2 ആണ്, ഇത് 3/4 ആണെന്ന് ചോദിച്ചോളൂ. ഇത് 1/2 ആണ്, ഇത് 3/4 ആച്ചോളൂ. അപ്പോൾ പൈ ബൈ 2 ആകുമ്പം എഫ് ഓഫ് പൈ ബൈ 2 1/2 ആണ്. ഇവിടെ 1/2. പൈ ബൈ 2ൽ എന്താ? പൈ ബൈ 2ൽ ലോക്കൽ മിനിമമാണ്. അപ്പോൾ ഇത് 1/2 ആണ്, ലോക്കൽ മിനിമമാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. താഴേക്ക് മിനിമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഫേസ് ഡൗൺവേർഡ്സ് ആയി. പൈ ബൈ 6 ആകുമ്പോൾ 3/4 ആണ്. അപ്പം പൈ ബൈ 6ല് 3/4 ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഇത് യോജിപ്പിക്കാം. ഇങ്ങനെ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും അല്ലേ? പിന്നെ എന്താണ് 0 ആകുമ്പോൾ എന്താ? വാട്ട് ഇസ് എഫ് ഓഫ് 0? ഇവിടെ എഫ് ഓഫ് 0 കൊടുത്താൽ എന്താ വരിക? എക്സിന് പകരം 0 കൊടുത്താൽ എന്താ? ഇവിടെ സൈൻ 0 ആണ്, കോസ് 0 is 1, എഫ് ഓഫ് 0 1/2 ആണ്. എഫ് ഓഫ് 0 1/2. അപ്പോൾ എഫ് ഓഫ് 0 1/2. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഗ്രാഫ് ആക്ച്വൽ ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെ ഉണ്ടാവാം? 0ന്റെയും പൈ ബൈ 2ന്റെയും ഇടയിലാണ് നമ്മളെ കഥ. 0ന്റെയും പൈ ബൈ 2ന്റെയും ഇടയിലാണ് നമ്മളെ കഥ. ഇവിടെയാണ് നമ്മളെ കഥ. 0ന്റെയും പൈ ബൈ 2ന്റെയും ഇടയിലാണ് നമ്മളെ കഥ. അപ്പോൾ അവിടെ മാത്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ്. ഇങ്ങനെ പോയി ഇവിടെ മാക്സിമം, ലോക്കൽ മാക്സിമം ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ട് അവസാനിക്കും. ഈ ഭാഗം ഉണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവില്ല, കാരണം പൈ ബൈ 2ന്റെ അപ്പുറത്തില്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് കളയാം. ഇത് ഞാൻ കളയാം. അയ്യോ, ആ ഭാഗം കളയാം. ഈ ഭാഗം നമുക്ക് കളയാം. അപ്പം ഇത്രയേ ഉണ്ടാവുള്ളൂ ഫങ്ഷൻ, റൈറ്റ്? കാരണം പൈ ബൈ 2 ആണ്. പൈ ബൈ 2ല് ഹാഫാണ്. അപ്പം ഇത് ഒരേ ലെവലാണ്.
ഇത് ഒരേ ലെവൽ കേട്ടോ. ഇതും ഒരേ ലെവൽ, ഇതും ഒരേ ലെവൽ. ഇതും π/2 ആണ്, ഇതും π/2. ഇവിടെ നിൽക്കും, ഒരേ ലെവലാണ്. റൈറ്റ്? അപ്പോൾ ദാറ്റ്സ് എ ഗ്രാഫ്. ഇനി എന്താ? മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 2. മിനിമം വാല്യൂ അല്ല, മിനിമം വാല്യൂ എന്താ ഈ ഫംഗ്ഷൻ്റെ? ഇത് 10 ലോക്കൽ മിനിമം, 0 ലോക്കൽ മിനിമം ഇല്ല. പക്ഷെ മിനിമം വാല്യൂ, കാരണം ഇതിൽ അബ്സല്യൂട്ട് മാക്സിമം ലോക്കൽ മാക്സിമം സെയിം ആണ് അല്ലേ? പിന്നെയോ ലോക്കൽ മിനിമം, ലോക്കൽ π/2 ലോക്കൽ മിനിമം ഉണ്ട്, പക്ഷെ അത് അബ്സല്യൂട്ട് മിനിമം കൂടിയാണ്, കാരണം π/2 അവിടെ ലാസ്റ്റ് പോയിന്റ് ആണ്. റൈറ്റ്? അപ്പം മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 2. ഇല്ല, തെറ്റാണ്. മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഹാഫ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ശരിക്കും മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ 1/2 ആണ്. മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 3/4. അത് ശരിയാണ്. മാക്സിമം വാല്യൂ തെറ്റീൻ when x equals π/6. അത് ശരിയാണ്. അപ്പോൾ അത് ഡി ശരിയാണ്. അപ്പോൾ അതിൽ എയും ബിയും ഡിയും ശരിയാണ്. എയും ബിയും ഡിയും ശരിയാണ്. സി തെറ്റാണ്. ഇത് നല്ല ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അതിന് നിങ്ങൾ എന്താ വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, NCERT-യിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം, അത്രയേ ഉള്ളൂ. വെറുതെ ആ എക്സസൈസിലെയും മിസ്ലേനിയസിലെയും ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, ധാരാളമാണ്. അടുത്തത് sin y equals x sin a plus y, then what is dy by dx? ഈ ചോദ്യം ശ്രദ്ധിക്കേണ്ട ചോദ്യം പറയാൻ കാരണം എന്താ വെച്ചാൽ അതിന് dx/dy കാണും. നോക്കൂ, dx/dy-യുടെ വാല്യൂ എന്താ? 1/dy/dx ആണ്. അപ്പോൾ what will be dy/dx? 1/dx/dy. അപ്പോൾ അതുകൊണ്ട് dx/dy കാണും. അതായത് x is equal to, ഇങ്ങനെ എഴുതാം, x is equal to sin y divided by sin a plus y എന്ന് എഴുതാം. ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, dx/dy കാണും. അപ്പൊ താഴെ u/v മെത്തേഡാണ്. u/v മെത്തേഡ് ആണെങ്കിൽ താഴെ v², മുകളിൽ v du/dx മൈനസ് u dv/dx വരും. അപ്പൊ താഴെ എന്താ വരിക? sin² a plus y, മുകളില് sin a plus y, u/v മെത്തേഡ് അറിയാലോ അല്ലേ? എന്താണ് u/v? താഴെ v², മുകളിൽ v du/dx മൈനസ് u dv/dx. സിമ്പിൾ ആണ്. അപ്പോൾ പക്ഷേ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നത്, dx/dy. അപ്പോൾ sin a plus y ഇൻറ്റു sin y-യുടെ ഡെറിവേറ്റീവ് cos y മൈനസ് sin y ഇൻറ്റു sin a plus y-യുടെ ഡെറിവേറ്റീവ്, sin a plus y-യുടെ ഡെറിവേറ്റീവ് cos a plus y. അപ്പോൾ ഇത് sin a cos b മൈനസ് cos a sin b ഫോം ആണ്. sin a cos b മൈനസ് cos a sin b എന്താ ഫോർമുല? what is sin a cos b? what is sin a cos b മൈനസ് cos a sin b എന്താ? ഇത് sin a മൈനസ് b ആണ് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ sin a മൈനസ് b എന്ന് എഴുതാം. അപ്പൊ എന്താവും? ഇതാണ് a, sin a cos b. ഇത് a ആയിട്ട് എടുത്തോളൂ, ഇത് b ആയിട്ട് എടുത്തോളൂ. അപ്പൊ sin a cos b മൈനസ് ഇത് a ആണ്, cos a sin b. അപ്പൊ എന്താവും? sin a മൈനസ് b. a മൈനസ് b പറഞ്ഞാൽ a പ്ലസ് y മൈനസ് y ഡിവൈഡഡ് ബൈ, അതാണ് തന്നെ എഴുതാം, sin² a പ്ലസ് y. ഇതാണ് dx/dy. ഇത് സിമ്പിൾ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ sin a ബൈ sin² a പ്ലസ് y, അത് മറിച്ചിട്ട ആൻസർ ആയി. dx/dy ആണല്ലോ അത്. അപ്പോൾ dx/dy-യുടെ വാല്യൂ എന്താ? sin a ഡിവൈഡഡ് ബൈ sin² a പ്ലസ് y ആണ്. അപ്പോൾ വാട്ട് വിൽ ബി dy/dx? അത് മറിച്ചിട്ട് സിമ്പിളാണ്. sin² a പ്ലസ് y ഡിവൈഡഡ് ബൈ sin a. ദിസ് ഇസ് ആൻസർ. ഇതേപോലെ കോസിനും ചോദിക്കാറുണ്ട്. അപ്പം അപ്പോഴും അതെ, dx/dy കണ്ടിട്ട് മറിച്ചിട്ടാവും കേട്ടോ. അടുത്ത ചോദ്യം, f of x equals 2 tan inverse e power x minus π/4. Then f of x is even and strictly increasing, even and strictly decreasing, odd and strictly increasing, odd. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എന്താ? ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. രണ്ടാമത് എന്താണ്? ഇൻക്രീസിങ് ഡിക്രീസിങ്.
അപ്പം രണ്ട് കാര്യങ്ങൾ പറയാം. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഈവൻ ആണെന്ന് പറയാം? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഈവൻ ആണെന്ന് പറയാം? ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സിന് പകരം, ഇത് ഇന്റഗ്രേഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈവൻ ഫംഗ്ഷൻ എന്താണ്? എക്സിന് പകരം -x വെച്ചാൽ ഫംഗ്ഷൻ മാറാതിരിക്കുക. എക്സിന് പകരം റീപ്ലേസ് എക്സ് വിത്ത് -x, നോ ചേഞ്ച് ഇൻ ദ ഫംഗ്ഷൻ. ഇപ്പൊ x² കണ്ടോ, എക്സിന് പകരം -x വെച്ചാൽ മാറില്ലല്ലോ. cos x, എക്സിന് പകരം -x വെച്ചാൽ cos of -x cos x തന്നെയാണ്. അങ്ങനെ അതിനാണ് ഈവൻ ഫംഗ്ഷൻ പറയുക. അപ്പോൾ എല്ലാ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസും ഈവൻ ആണ്. അങ്ങനെ കുറെ ഈവൻ ഫംഗ്ഷന് വലിയൊരു കഥയുണ്ട്. എന്താ ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത? എന്താ ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത? എക്സിന് പകരം -x വെച്ചാൽ ആ ഫംഗ്ഷൻ ഒട്ടാകെ നെഗറ്റീവ് ആവാം. നെഗറ്റീവ് ഷുഡ് കം ഔട്ട്സൈഡ് എന്നാണ്. ഇപ്പൊ x³ എക്സിന് പകരം -x വെച്ചാൽ എന്താവും? -x³ ആവും. സൈൻ തീറ്റ, സൈൻ എക്സ്, സൈൻ ഓഫ് -x എന്താ? -sin x ആണ്. അങ്ങനെ ആലോചിക്കാം. എക്സിന് പകരം -x വെച്ചാൽ ഒന്നായിട്ട് നെഗറ്റീവ് പുറത്തേക്ക് വരുമെങ്കിൽ വി കോൾ ഇറ്റ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ഗ്രാഫിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയാം? ഈവൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോഴും y ആക്സിസിനോട് സിമെട്രിക് ആയിരിക്കും. y ആക്സിസ് വെച്ച് മടക്കിയാൽ അത് ഓവർലാപ്പ് ചെയ്യും. y ആക്സിസിനോട് സിമെട്രിക് ആയിരിക്കും. x², ഇങ്ങനെയല്ലേ ഉണ്ടാവുക? x², ഈ ഭാഗം സെയിം ആയിരിക്കും എല്ലാ ഫംഗ്ഷനും. ഈവൻ ഫംഗ്ഷൻ ആണോ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും, റൈറ്റ് സൈഡിന്റെ അതേ സ്റ്റൈലായിരിക്കും ലെഫ്റ്റ് സൈഡും ഉണ്ടാവും ഇതിന്റെ y ആക്സിസിന്റെ. ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും അറിയോ? ഗ്രാഫിന് ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ അറിയോ? f(x = x) അല്ലെങ്കിൽ x³ ഓഡ് ഫംഗ്ഷൻ. x³ ഓഡ് ഫംഗ്ഷൻ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പൊ എങ്ങനെയാണോ ഇവിടെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. നേരെ മറഞ്ഞിട്ട് ഇറ്റ് വിൽ കം ടേൺ അപ്സൈഡ് ഡൗൺ ആയിരിക്കും. എന്തായാലും അത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യും. അതൊരു ഇമ്പോർട്ടൻറ്റ് ലക്ഷണമാണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യാത്ത ഗ്രാഫ് ഒരിക്കലും ഓഡ് ഫംഗ്ഷൻ ആവില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ഓപ്പോസിറ്റ് ക്വാഡ്രൻസിലാണ് കിടക്കുക. അതും കൂടി ഓർത്താൽ നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓഡ് ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ പ്രത്യേകത. കാരണം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈവൻ ഫംഗ്ഷൻ അറിയണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, ഓഡ് ഫംഗ്ഷൻ എന്താ അറിയണം, നല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ എന്താ എപ്പോഴാണ് ഇൻക്രീസിങ് എന്ന് പറയാം? ഇങ്ങനെ കയറിപ്പോയാൽ എക്സ് കൂടുമ്പോൾ f(x) കൂടിയാൽ വി കോൾ ഇറ്റ് ഇൻക്രീസിങ്. എപ്പോഴാണ് ഇൻക്രീസിങ് ചെക്ക് ചെയ്യുക? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്. എപ്പോഴാണ് ഡിക്രീസിങ് ആണെന്ന് പറയാ? ഇങ്ങനെ താണു പോയാൽ എന്താണ്? ടേക്ക് ഓഫ് ആണ് ഇൻക്രീസിങ് എങ്കിൽ ലാൻഡിങ് ആണ് ഡിക്രീസിങ് അല്ലേ? ഇങ്ങനെ വന്ന് ഡിക്രീസ് ചെയ്യുക, വി കോൾ ഇറ്റ് ഡിക്രീസിങ്. അപ്പോൾ എക്സ് കൂടുമ്പോൾ y കുറയണം, അപ്പോഴാണ് ഡിക്രീസിങ്. എപ്പോഴാണ് ഡിക്രീസിങ്ങിന്റെ കൺസെപ്റ്റ്? ഡിക്രീസിങ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഡെറിവേറ്റീവ് f(x) <0 ആകുമ്പോൾ ഡിക്രീസിങ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. അപ്പം നമുക്ക് നോക്കാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചെയ്യും. നോക്കാം. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതാണ് f(x)ന്റെ വാല്യൂ. f(x) = 2 × tan inverse e power x. tan inverse e power x minus pi/4. ഒരു കാര്യം ചോദിച്ചു, ഈ 2 അങ്ങോട്ട് എടുത്തോളൂ. 2 അങ്ങോട്ട് എടുത്താൽ എന്താവും? മൈനസ് എന്താ വരിക? -2 × pi/4. അപ്പൊ -pi/2 എന്ന് എഴുതി കൂടെ നമുക്ക്? ഓക്കെ, അപ്പൊ ഇനി ആദ്യം ഈവൻ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യാം നമുക്ക്. എക്സിന് പകരം -x വെക്കാം. അപ്പൊ എന്താ വരിക? 2 × എക്സിന് പകരം -x വെക്കുകയാണ് tan inverse e power -x -pi/2. ശരിയല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? f(x) + f(-x) എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി കൂട്ടാം. 2 × tan inverse e power x plus tan inverse e power -x. കാരണം 2 × 2 × ഉണ്ട്, 2 can be taken outside. tan inverse e power -x പിന്നെന്താ പറയുക? pi/2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. pi/2 കൂട്ടിയാൽ -pi അല്ലേ? pi/2 കൂടി കൂട്ടിയാൽ പൈ കൂട്ടുകയാണ്. അപ്പം ഇതിന്റെ വാല്യൂ 2 × ഈ e⁻⁻x 1/e power x ആണ്. ഇത് പോസിറ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ tan inverse x cot inverse 1/x ആണ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം,
എപ്പോഴാണ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. ടാൻ ഇൻവേഴ്സ് എക്സ് കോട്ട് ഇൻവേഴ്സ് 1/x ആണ്, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. അഥവാ കോട്ട് ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് 1/x ആണ്, എക്സ് പോസിറ്റീവ് ആണെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഇ പവർ എക്സും ഇ പവർ മൈനസ് എക്സും എപ്പോഴും പോസിറ്റീവ്. എക്സ്പോണന്റ് കനോട്ട് ബി നെഗറ്റീവ്. ഇ പവർ എക്സ് എപ്പോഴും പോസിറ്റീവ് ആണ്. അത് പഠിച്ചിട്ടുണ്ടാകുന്നില്ല. 2 പവർ എക്സ് 3 പവർ എക്സ് ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ടാൻ ഇൻവേഴ്സ് ഇ പവർ എക്സ് ആണ്. ഇതെന്താ ടാൻ ഇൻവേഴ്സ് 1/e പവർ എക്സ് ആണ്. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് 1/x? കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇത് കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ്. കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ് ആണ് -π. അപ്പം നിങ്ങൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? π/2 ആണ് കിട്ടുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ 3 റിസൾട്ട്സ് ഓർമ്മ ആണ്. എക്സ് ഏത് റിയൽ നമ്പർ ആണെങ്കിലും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. എക്സ് -1 1ന്റെ ഇടയിൽ കിടന്ന് ക്ലോസ് ഇന്റർവൽ -1 1ന്റെ ഇടയിൽ കിടന്ന് അല്ലേ. പിന്നെ കൊസിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് തീക്ക് ഇൻവേഴ്സ് എക്സും π/2 ആണ്. അതെപ്പോഴാണ് -1 1 എന്നുള്ള ഇന്റർവെല്ലിൽ പുറത്ത് കിടന്ന്. എക്സ് -1 ആവാം, എക്സ് +1 ആവാം. അപ്പം ഇതിന്റെ വാല്യൂ π/2 ആണ്. 2 × π/2 - π എന്ന് വരും അല്ലേ. അപ്പോൾ ഈ π വെട്ടിപ്പോകും. ദ വാല്യൂ 0 ആയി. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? 0 ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതൊരു കഥയാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓഡ്. അപ്പോൾ ഇത് തെറ്റാണ്. ഈവൻ എന്നുള്ള സാധനം തെറ്റാണ്. ഇതും തെറ്റാണ്. അപ്പോൾ ഒന്നുകിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. അപ്പോൾ ഈവൻ ഓഡിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഫംഗ്ഷൻ ഈസ് ഓഡ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും ചോദിക്കുക രണ്ട് കാര്യങ്ങളെ കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുമല്ലോ. അപ്പോൾ 2 കാര്യങ്ങളും അറിയണമല്ലോ, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. സിമ്പിൾ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈവനെ പറ്റി അറിയണം, ഈവൻ പ്രൂവ് ചെയ്യാൻ അറിയണം. ഓഡിനെ പറ്റി അറിയണം, ഓഡ് പ്രൂവ് ചെയ്യാൻ അറിയണം. ഓക്കെ. അപ്പോൾ ഈവൻ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ്. അതേപോലെ വേണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവാം. വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഇവിടെ കോസ് ഇൻവേഴ്സ് 1/x ഈ സൈൻ ഇൻവേഴ്സ് 1x ആവാത്തതുകൊണ്ട് ഇവിടെ ടാനിലെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. ഇത് കോട്ടിലാവാം ചോദ്യം. കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ് ആവാം. അപ്പോഴും അതേ കഥ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഓഡാണ്. അപ്പോൾ ഈവൻ അല്ലാന്ന് ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ചോയ്സും സെക്കൻഡ് ചോയ്സും അല്ലാന്ന് ഉറപ്പാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. f'(x) കാണും. വാട്ട് ഈസ് f'(x)? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ വൃത്തിയിൽ എഴുതി. എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുള്ളൂ. 2 × π/2 ഡെറിവേറ്റീവ് 0 തന്നെയാണ്. നോക്കുക വേണ്ട. ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ്? 1/1 + x² ആണ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ്. നിങ്ങൾക്ക് അറിയണ്ടാവും. d/dx of tan inverse x. It is 1/1 + x² ആണ് അല്ലേ. 1/1 + x² ആണ്. ഇത് ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നാൽ -1/1 + x² ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇ പവർ എക്സിന്റെ ഡെറിവേറ്റീവ് നോക്കൂ. ഇത് ചെയിൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പം 2 × 1/1 + e പവർ എക്സ് ദ ഹോൾ സ്ക്വയർ എഴുതുക. എക്സിന് പകരം ഇ പവർ എക്സ് ആണ്. ഇൻറ്റു ഇ പവർ എക്സിന്റെ ഡെറിവേറ്റീവ്. ഇ പവർ എക്സ് ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെ അല്ലേ. അപ്പോൾ ആൻസർ ഇസ് 2 × e പവർ എക്സ് / 1 + e പവർ എക്സ് ഹോൾ സ്ക്വയർ. അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് എന്തായാലും എക്സ്പോണൻഷ്യലാണ്. ഇതെന്തായാലും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അതുകൊണ്ട് എന്തായാലും ഇത് പോസിറ്റീവാണ്. ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പം ആൻസർ ഇസ് എല്ലാ ഇന്റർവെല്ലിലും. കാരണം എന്താ? e⁻x എന്ത് തന്നെയായാലും പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഇത് നല്ല ചോദ്യമാണ്. CUT-യിൽ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ലെവൽ കൂടിയ പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. കാരണം ഈ ഓഡ് ഉണ്ട്, ഈവൻ ഉണ്ട്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ഉണ്ട്, ഡിക്രീസിങ് ഉണ്ട്, ഡിഫറൻസിയേഷൻ ഉണ്ട്, ചെയിൻ റൂൾ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉള്ള ചോദ്യം ആയതുകൊണ്ട് അതൊരു നല്ല ചോദ്യമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം മൾട്ടി കൺസെപ്റ്റ്സ് ഉള്ളതാണ്. പക്ഷേ ഒരേപോലെ ചോദിക്കണം, ഒരേ പാറ്റേണിലാണ് ചോദിക്കണം. അതുകൊണ്ട് പ്രശ്നമല്ല. ഇപ്പോൾ ഇതേ ചോദ്യം തന്നെ
ടാൻ ഇൻവേഴ്സ് ഇ പവർ എക്സ് വരും, കോട്ട് ഇൻവേഴ്സ് ആയാലും ഇതേ കഥ വരിക. അല്ല, ഇതല്ല കഥ വരിക. കോട്ട് ഇൻവേഴ്സ് ആണ് എന്താ വരിക? ഇതിപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇ റേസ് ടു എക്സ് വരും, കോട്ട് ഇൻവേഴ്സ് എക്സ് വെച്ചോളൂ. അപ്പോൾ ഇതേ ചോയ്സ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് ഗെസ് ചെയ്യൂ. ഇതിപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് വെച്ചോ. ഇങ്ങനെ ഒന്ന് നോക്കാം. ഇതേ സാധനം കോട്ട് ഇൻവേഴ്സ് വെച്ചു. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 2 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ്. കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? മൈനസ് π/4 ഉള്ളത് π/2 ആവും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഈ ഫംഗ്ഷനെ പറ്റി എന്താ അഭിപ്രായം? ഇതേ ലോജിക് ഉപയോഗിച്ച് എഫ് ഓഫ് മൈനസ് എക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് വെച്ചാൽ എന്താ കിട്ടുക? 2 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് ഇ പവർ മൈനസ് എക്സ് മൈനസ് π/2 വരും. ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് കുറച്ച് മുമ്പ് ചെയ്തമാതിരി തന്നെ കൂട്ടുക. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും? കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഇ പവർ മൈനസ് എക്സ് മൈനസ് പൈ എന്ന് വരും. ഇത് 2 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് 1 ഇ പവർ എക്സ് വരും. കോട്ട് ഇൻവേഴ്സ് 1 ഇ പവർ എക്സ് തീർച്ചയായിട്ടും ടാൻ ഇൻവേഴ്സ് ഇ പവർ എക്സ് ആണ്, മൈനസ് പൈ വരും. അപ്പോൾ ഇത് 2 ഇൻറ്റു ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. എല്ലാ എക്സിനും π/2 മൈനസ് പൈ. അതേ ലോജിക്ക്, അത് 0 ആവും. അതുകൊണ്ട് എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആവും. അതുകൊണ്ട് ഓഡാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലമായി തന്നെ അത് ഓഡാണ്. പക്ഷേ ആ പ്രോബ്ലത്തിൻ്റെ പിടുത്തം എന്ന് വെച്ചാൽ ഇത് ഡിഫറൻഷ്യൽ ചെയ്ത് വെച്ചോളൂ. എഫ് ഡാഷ് എക്സ്. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? 2 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്? d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്താ മക്കളെ? -1/1 + x ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്താൽ എന്താ വരിക? 2 ഇൻറ്റു -1/1 + e പവർ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ പവർ എക്സ്. അത് നെഗറ്റീവാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം എന്താ? ഡിക്രീസിങ് ആയിരിക്കും, ഓഡ് ആയിരിക്കും. അപ്പോൾ ഓഡ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അത് എല്ലാ ഇൻ്റർവെല്ലും എല്ലാ റിയൽ നമ്പറിനും വർക്ക് ചെയ്യും. അപ്പോൾ -∞ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയും ചോദിക്കാം കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അങ്ങനെ വരും, കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇങ്ങനെ വരും. അതുകൊണ്ട് അത് പഠിച്ചു പോകണം കേട്ടോ. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കണം. ഇനി അടുത്തത് x² ഇ പവർ എക്സ്. ഇതൊക്കെ NCERT-യിലുള്ളതാണ്, ധാരാളമാണ്. NCERT മിസ്ലേനിയസും ചെയ്താൽ മാത്രം മതി കേട്ടോ. x² ഇ പവർ 2x ഇത് ഇൻക്രീസിങ്. എപ്പോഴാണ് ഇൻക്രീസിങ് ആവാമെന്ന ചോദ്യം. ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇൻക്രീസിങ് ഡിക്രീസിങ് എപ്പോഴും വേവി കർവ് ആണ് എപ്പോഴും നല്ലത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വേവി കർവ് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ x² ഇ പവർ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ dy/dx എന്താ? dy/dx ഇസ് ഈക്വൽ ടു x² ഇൻറ്റു ഇ പവർ 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം ഇ പവർ 2x ഇൻറ്റു 2xയുടെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ഇ പവർ 2x ഇൻറ്റു x² ഡെറിവേറ്റീവ് ഇറ്റ് ഇസ് 2x. ഇതിൽ കോമൺ എടുക്കാൻ പറ്റുന്നത് ചെയ്യാം. ഇതിൽ കോമൺ എന്തൊക്കെ എടുക്കാം? എക്സ് കോമൺ എടുക്കാം, ഇ പവർ 2 കോമൺ എടുക്കാം, ഇ പവർ 2x കോമൺ എടുക്കാം. അപ്പോൾ ഉള്ളിൽ എന്താ വരിക നോക്കാം, ഇത്രയേ ഉള്ളൂ. മാക്സിമം കോമൺ എടുക്കാൻ പറ്റുന്നത് എടുക്കാം. അപ്പോൾ എക്സ് എടുക്കാം, 2 എടുക്കാം, ഇ പവർ 2x എടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് ബാക്കി ഉണ്ടാവും, ഇവിടെ 1 ബാക്കി ഉണ്ടാവും അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വേവ് വരയ്ക്കാം. നമുക്ക് ഇതിൻ്റെ വേവ് എങ്ങനെ ഉണ്ടാവുക? ഇ പവർ 2 ഇത് എന്താ വെച്ചാൽ ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് പുട്ട് ചെയ്യുമ്പോൾ ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇൻക്രീസിങ് ചോദിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേവി കർവ് ആണ് ഇതിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഇ പവർ 2x പറ്റി ശ്രദ്ധിക്കേ വേണ്ട. കാരണം എന്താ? ഇ പവർ 2x എപ്പോഴും പോസിറ്റീവാണ്. വേവി കർവ് എപ്പോഴും എന്തിനാണ്? ആ എക്സ്പ്രഷൻ്റെ പോസിറ്റീവ് എപ്പോഴാണ് നെഗറ്റീവ് എപ്പോഴാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഇവിടെ ഇ പവർ 2x പറ്റി ശ്രദ്ധിക്കേണ്ട, x2 പറ്റി ശ്രദ്ധിക്കേണ്ട. എക്സിനെ പറ്റിയും x+1 പറ്റിയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഒരു വേവ് വരയ്ക്കും, ഒരു റിയൽ ലൈൻ വരയ്ക്കും. ഇതാണ് റിയൽ ലൈൻ. ഇനി ഇത് 0 ആവുക, 0-ലും അല്ലേ? എക്സ് 0 ആകുമ്പോൾ 0 ആവും, പിന്നെ -1-ൽ 0 ആവും. ഈ ഡെറിവേറ്റീവ് 0 ആവുന്ന 2 സ്ഥലമേ ഉള്ളൂ, എക്സ് 0 ആകുമ്പോഴും എക്സ് -1 ആകുമ്പോഴും. ഇനി വേവ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് വേവ്. ഇങ്ങനെയാണ് വേവ് ഉണ്ടാവുക. കാരണം എക്സ് 0-ത്തേക്കാൾ വലുതാവുമ്പം എല്ലാം പോസിറ്റീവ് ആയിരിക്കും. എക്സ് -1-നേക്കാൾ താഴെ ആകുമ്പം നെഗറ്റീവ് ആവും. 2 നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം നെഗറ്റീവ് ആവും. ഫംഗ്ഷൻ്റെ വാല്യൂ, ആ dy/dxൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഈ -1 0-ന്റെ ഇടയിലാണെങ്കിൽ നെഗറ്റീവ് ആവും.
കാരണം 2 നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആവും, 2 നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആവും. -1 ഇപ്പുറത്താകുമ്പോൾ 2 നെഗറ്റീവ് ആവും, അത് പോസിറ്റീവ് ആവും. ഇവിടെ ആകുമ്പോൾ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആവും. എക്സ് പോസിറ്റീവും അല്ല എക്സ് നെഗറ്റീവും x+1 പോസിറ്റീവ് ആവും, അതുകൊണ്ട് നെഗറ്റീവ് ആവും. അപ്പോൾ വേവ് കെയർ ചെയ്തോളും. ഇനി എന്താണ്, -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് അല്ലേ. -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പിന്നെയോ പുറത്ത് -1ൻ്റെയും 0ൻ്റെയും പുറത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ എവിടേക്കാണ് പുറത്ത്? -∞ ടു -1 ഓപ്പൺ, യൂണിയൻ 0 ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇങ്ങനെ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ 0ൻ്റെ നെയ്ബോർഡിൽ എക്സ് ഇങ്ങനെ പോകുമ്പം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് ലോക്കൽ മിനിമാണ്, ഇത് ലോക്കൽ മിനിമാണ്. ഇവിടെയോ ഇപ്പുറത്തെ പോസിറ്റീവും അപ്പുറത്തെ നെഗറ്റീവും ആണ്. അപ്പോൾ ഇവിടെ ലോക്കൽ മാക്സിമം ആണ് അല്ലേ. -1 ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം. ഇത്രയും കഥ ഉണ്ട്, ഇത്രയും കഥ ചോദിക്കാതില്ല കേട്ടോ. ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം പറയാം. നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്തൊക്കെ തരം ചോദ്യം ചോദിക്കാമെന്നുള്ളതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എന്താ ചോദ്യം? ഇൻക്രീസിങ് ആവുക എപ്പോഴാണെന്ന് ചോദ്യം. ഇൻക്രീസിങ് ആവുക 0ൻ്റെയും ഇൻഫിനിറ്റിയിലും -∞ 0, -∞ ടു -1 ഇൻക്രീസിങ് ആണ്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ഇന്റർവെൽ ഇൻ ദ ഫംഗ്ഷൻസ് ഇൻക്രീസിങ്, -∞ ടു -1 ഇൻക്രീസിങ് ആണ്. പിന്നെ -1 ടു 0 ഇൻഫിനിറ്റി അല്ല, തെറ്റാ, ബി തെറ്റാ. പിന്നെ -∞ ടു -1, -∞ ടു -1 പ്ലസ് 0 ടു ഇൻഫിനിറ്റി, ഇവിടെയും ശരിയാണ്, ഇതും ശരിയാണല്ലോ, ഇത് ശരിയാണ്. -∞ ടു 0 ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും തരാത്തതുകൊണ്ട് ബെസ്റ്റ് ആൻസർ സി ആണ്. മനസ്സിലായോ? ബെസ്റ്റ് ആൻസർ സി. അപ്പം ഇത് ചോദിച്ചാൽ എ ശരിയാണ്, സിയും ശരിയാണ്, പക്ഷെ കൂടുതൽ ശരി സി ആണ്. അപ്പോൾ ആൻസർ സി തന്നെയാണ് ഉത്തരം. ഓക്കെ, സി ഇസ് യുവർ ആൻസർ. അങ്ങനെ ഒരു ട്രാപ്പ് കൂടി ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇതിപ്പം എ ആൻഡ് സി പറയണമെങ്കിൽ അത് ആൻസർ ചെയ്യും. അങ്ങനത്തെ ചോദിക്കാറുണ്ടല്ലോ, എ ആൻഡ് ബി ആൻഡ് സി, ബി ഓൺലി, സി ഓൺലി, സി ആൻഡ് ഡി ഓൺലി, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എയും സിയും ശരിയാണ്, പക്ഷെ ഇതിൽ ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് സി ആണ് ആൻസർ ആയതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദിക്കാം? ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ്, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ്, എവിടേക്കാണ് ലോക്കൽ മാക്സിമം, എവിടേക്കാണ് ലോക്കൽ മിനിമം ഒക്കെ ചോദിക്കാം അല്ലേ. എവിടേക്കാണ് ലോക്കൽ മാക്സിമം? ഇതിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഇത് ഇതിൻ്റെ ഗ്രാഫല്ല, ഇത് ഇതിൻ്റെ ഗ്രാഫല്ല, ഇത് ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വേവ് ആണ്. അപ്പം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏകദേശം ഉണ്ടാവും. ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് എക്സ് ആക്സിസ് വെച്ചോ, ഇതാണ് എക്സ് ആക്സിസ് വെച്ചോ. എന്തായാലും ഈ സാധനം x² ഈവൻ ആണ്. ഇത് എക്സ് വെറും -x വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് ഇത് ഈവൻ ഫംഗ്ഷൻ ഒന്നും അല്ല, ഈവൻ ഫംഗ്ഷൻ അല്ല. ഇനി -1ലും 0ലുമാണ് ഇതിൻ്റെ കഥ മാറുന്നത് അല്ലേ. ഇവിടെയാണ് -1 ഉണ്ടാവുക, ഇവിടെയാണ് 0 ഉണ്ടാവുക. 0ല് ഇറ്റ് ഹാസ് എ ലോക്കൽ മിനിമം. ഇതെന്തായാലും നെഗറ്റീവാണ്, അല്ല പോസിറ്റീവാണ്, നെഗറ്റീവ് ആവില്ല. പക്ഷെ 0ല് 0 ആവും, 0ല് ലോക്കൽ മിനിമം. അപ്പം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. മിനിമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, താഴേക്ക് ബൾജ് ചെയ്യും. മാക്സിമം പറഞ്ഞാൽ ഇങ്ങനെയാണ്, മുകളിലേക്ക് ബൾജ് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ മതി, സിമ്പിൾ അല്ലേ. 0 ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ -1ല് എന്തായിരിക്കും? അത് ലോക്കൽ മാക്സിമാണ്. ഇവിടെ -1 കൊടുത്താൽ എന്താ വരിക? -1 കൊടുത്താൽ 1 ഇൻറ്റു e⁻² അല്ലേ. e⁻² പറഞ്ഞാൽ 1/e² ആണ്. 1/e² പറഞ്ഞാൽ ചെറിയ നമ്പറാണ്. അപ്പോൾ ഇവിടെയാണ് മാക്സിമം ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഉണ്ടാവുക ഗ്രാഫ്, ലേശേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഇൻക്രീസിങ് -1ല് ഇവിടെ മാക്സിമം -1ല്, പിന്നെ ഇവിടെ നിങ്ങളുടെ ഇങ്ങനെയാണ്. ഇതാണ് ഗ്രാഫ്, റൈറ്റ്? ദിസ് ഇസ് ദ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതാ, ഈ വാല്യൂ ഇല്ലേ, ഇതാ ഈ വാല്യൂ, ഇത് മാക്സിമം ആണ്. ഇത് 1/e² ആണ്, 1/e² ആണ് വാല്യൂ, 1/e². എന്തുകൊണ്ടാണ് 1/e² വന്ന്? എക്സിന് പകരം -1 കൊടുക്കുക, അപ്പോൾ e⁻² വരും, 1/e². അപ്പം എന്തൊക്കെ ചോദ്യം ചോദിക്കാൽ? 0ല് ലോക്കൽ മിനിമം ഉണ്ട്, 0 കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണ്.
പിന്നെ -1ൻ്റെയും 0ൻ്റെ ഇടയിൽ ഇൻക്രീസിങ് ആണ്, -1ൻ്റെയും 0ൻ്റെ ഇടയിൽ ഡിക്രീസിങ് ആണ്, പിന്നെ -∞ to -1 ഇൻക്രീസിങ് ആണ്, -1 ലോക്കൽ മാക്സിമം ഉണ്ട്, 0 ലോക്കൽ മിനിമം ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താ? 0 ഇൻഫിനിറ്റി ആണ്. അങ്ങനെയും ചോദിക്കാം, 0 to ഇൻഫിനിറ്റി പറയാം റേഞ്ച്. അങ്ങനെ കുറേ എണ്ണം പറയാം. ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്താ? ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ എഫ് ഫ്രം R to R ആണെങ്കിൽ, ഇതിപ്പോൾ എഫ് ഫ്രം R to R ആണെങ്കിൽ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം R to R ആച്ചോ. ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് x² e⁻²x ആച്ചോളും. ഈ ഫംഗ്ഷൻ എന്ത് ടൈപ്പാണ്? 4 ടൈപ്പാണല്ലോ. 1 on to 1 into min1 on to min1 into. ഇതിൽ ഏത് ടൈപ്പാണ് ഉണ്ടാവുക? ഇപ്പോൾ R to R ആണെങ്കിൽ എന്തായാലും ഇത് ഇൻറ്റു ആണ്, കാരണം നിങ്ങളുടെ ഇല്ലല്ലോ, താഴേക്കില്ലല്ലോ, അപ്പോൾ ഇൻറ്റു ആണ്. പിന്നെ എന്തായാലും ടേണിംഗ് ഉള്ളതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ മോർ ദാൻ 1 പോയിന്റ് കട്ട് ചെയ്തുകൊണ്ട് ഇത് min1 ആണ്. അപ്പോൾ ഇത് min1 ആണ്, ഇൻറ്റു ആണ്, min1 ഇൻറ്റു ആണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യം ചോദിക്കാമെന്നും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവർ ഇത്രയും ചോദ്യം ചോദിച്ചുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ലോഡിനാണ് ആ കൺസെപ്റ്റ് കേട്ടോ. ഗ്രാഫ് വരയ്ക്കാം, ഗ്രാഫ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, എന്താ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്? ഓ, അത് ഡിസ്പെൻസ് ചെയ്യണം അല്ലേ.